ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനും എൻ്റെ മോളും കൂടി റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയ ഒരു വീഡിയോയും പിന്നെ വലിയ കടയിൽ ഒരു കുഞ്ഞു ഷോപ്പിങ്ങും പിന്നെ കോഫി ഷോപ്പിൽ നിന്ന് ഒരു ഡ്രിങ്കും വാങ്ങിച്ച വീഡിയോ ആണ് ഞാനിവിടെ 6 മിനിറ്റും കൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാണുക. അങ്ങനെ 3 മണി സമയത്താണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയത്. ലഞ്ചും അല്ല ഡിന്നറും അല്ലാത്ത ഒരു നേരത്താണ് പോയത്. അതുകൊണ്ട് ആ റെസ്റ്റോറൻറ്റിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ബഫയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ബഫയൊക്കെ കഴിഞ്ഞ ഒരു സമയത്തായിരുന്നു പോയത്. അങ്ങനെ ഞങ്ങൾക്ക് മെനു ഒക്കെ എത്തി. ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ മോൾ ഓർഡർ ചെയ്തത് ഫിഷ് ബിരിയാണിയും ഞാൻ ഓർഡർ ചെയ്തത് വെജിറ്റബിൾ മഞ്ചൂരിയനും പിന്നെ പൊറോട്ടയും ചായയുമായിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. വെജിറ്റബിൾ മഞ്ചൂരിയനും പൊറോട്ടയും ഫിഷ് ബിരിയാണിയും അതിന് വേണ്ട സാലഡുമാണ് എത്തിയിരിക്കുന്നത്. റൈസ് അധികം കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഫിഷ് ബിരിയാണിക്കകത്തുനിന്ന് 2 കഷ്ണം ഫിഷ് മാത്രം എടുത്ത് കഴിച്ചു. പിന്നെ പൊറോട്ടയും കഴിച്ചു. എനിക്ക് ആ വെജിറ്റബിൾ മഞ്ചൂരിയൻ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഒത്തിരി സ്പൈസി ഇഷ്ടമല്ലാത്തത് കൊണ്ട് മൈൽഡാണ് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് അതിനകത്ത് സ്വല്പം മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു പഞ്ചാബി റെസ്റ്റോറൻ്റാണ്. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം തന്നെ അവിടെയുണ്ട്. പഞ്ചാബി സ്റ്റൈൽ ഫുഡും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ഫുഡുമാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലുള്ളത്. നമ്മുടേതായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഒന്നും തന്നെ ഇല്ല. ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡിന് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ് തന്നെ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഓർഡർ ചെയ്ത മസാല ചായ തന്നെ ആയിരുന്നു. മധുരമൊന്നും ഇടാതെയുള്ള ഈ മസാല ചായയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതുമാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ എപ്പോഴും കഴിക്കാൻ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വലിയ കടയിലോട്ടാണ് പോയത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളൊരു കടയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ടാർഗറ്റ് എന്ന് പറയുന്ന കടയിലാണ് പോയിരിക്കുന്നത്. ഇനിയും ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഏറ്റവും താഴത്തെ നിലയിലാണ്. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിൽ കൂടി ഞങ്ങളങ്ങനെ താഴോട്ട് പോവാണ്. അങ്ങനെ മോൾക്ക് 1-2 സാധനങ്ങൾ അവിടുന്ന് എടുക്കണമായിരുന്നു. എനിക്ക് അവിടുന്ന് ഒരു സാധനം എനിക്ക് എടുക്കണമായിരുന്നു. ഞാൻ കാണിക്കാം ഞാൻ എന്തുവാണ് വാങ്ങിച്ചതെന്ന്. അങ്ങനെ അവൾ എടുത്തത് പിന്നെ നട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. ഏതാണ്ട് റോസ്റ്റഡ് നട്ട്സാണ് അവൾ വാങ്ങിച്ചത്. സോൾട്ട് ആൻഡ് വിനാഗർ ആൽമണ്ടാണ് അവൾ വാങ്ങിച്ചത്. സോൾട്ട് ആൻഡ് വിനാഗർ റോസ്റ്റഡ് ആൽമണ്ടാണ് അവൾ വാങ്ങിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോയി. ഞാൻ എടുത്തത് ഈ ഫുഡ് കണ്ടെയ്നറാണ്. നമുക്ക് ഈ സാലഡൊക്കെ അരിഞ്ഞ് എന്തെങ്കിലും സാലഡ് കഴിക്കാനൊക്കെ നോക്കുവാണ്. ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ജോലിക്കൊക്കെ കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ സാലഡ് ഫ്രിഡ്ജിനകത്ത് അരിഞ്ഞ് വെക്കാൻ വേണ്ടി ഒരാഴ്ചത്തേക്കുള്ള 2 പാക്കറ്റ് ഫുഡ് കണ്ടെയ്നറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇനി സാലഡൊക്കെ അരിഞ്ഞ് എടുക്കുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ അവൾ പ്രോട്ടീൻ ബാറാണ് അവൾ വാങ്ങിച്ചത്. ഒരു പ്രോട്ടീൻ ബാറിന് $10 ആയിരുന്നു. ഒരു കൊച്ചു പാക്കറ്റാണ് അവൾ എടുത്തത്. അങ്ങനെ അവൾക്ക് വേണ്ടത് അവൾ എടുത്തു, എനിക്ക് വേണ്ടത് ഞാൻ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുകളിലോട്ട് പോവാണ്. നമ്മളിത് ഇനി സ്കാൻ ചെയ്യാൻ വേണ്ടി സെൽഫ് സ്കാനിങ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കടകളിലെല്ലാം നമ്മൾ തന്നെ സ്കാൻ ചെയ്യുന്ന സിസ്റ്റമാണ്. നമ്മളിങ്ങനെ ലൈൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈൻ നിൽക്കേണ്ട ആൾക്കാർ നമുക്ക് സ്കാൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും പിന്നെ സെൽഫ് സ്കാനിങ് ആണ്. ഞാൻ തന്നെ പോകുമ്പോഴും ഞാൻ തന്നെ ചെയ്യാറുണ്ട്. ഇന്നത്തെ സെൽഫ് സ്കാനിങ് അവളായിരുന്നു ചെയ്തത്. വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ ആരെയും നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെ സ്കാൻ ചെയ്യുക, നമ്മൾ തന്നെ അവിടെ പേ ചെയ്യുക. നമ്മൾ പേ ചെയ്യുമ്പോൾ ഇവിടെ ക്യാഷ് കൊടുക്കാനൊക്കത്തില്ല. നമ്മൾ ക്രെഡിറ്റ് കാർഡ് പിന്നെ ചാർജ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ക്യാഷ് ഇതിനകത്ത് ഇടാനൊക്കത്തില്ല.
സെൽഫ് സ്കാനിങ് എപ്പോഴും നമ്മൾ പിന്നെ ഈ ഒരു കടയിൽ പിന്നെ ക്രെഡിറ്റ് കാർഡായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡ് നമ്മൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാം, പക്ഷേ ക്യാഷ് എടുക്കത്തില്ല. അങ്ങനെ അവൾ ഓരോ ഐറ്റംസ് സ്കാൻ ചെയ്ത് പിന്നെ പേ ചെയ്തു. ഞാൻ തന്നെ പോകുമ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും 2 ബാഗിനകത്ത്, അവിടെ ബാഗ് ഇഷ്ടം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ബാഗിനകത്ത് എത്ര വേണമെങ്കിലും എടുത്ത് നമ്മൾ സ്കാൻ ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് അവൾക്ക് ഏതാണ്ട് ഒരു ഡ്രിങ്ക് വാങ്ങിക്കണമായിരുന്നു സ്റ്റാർബക്സിൽ നിന്ന്. അങ്ങനെ ഇതൊരു കോഫി ഷോപ്പാണ്. അങ്ങനെ അവൾക്ക് വേണ്ടുന്ന ഒരു ഡ്രിങ്ക് അവളവിടെ ഓർഡർ ചെയ്തു. എപ്പോഴും ഇവരൊക്കെ വാങ്ങിക്കുന്ന ഒരു കോഫി വാങ്ങിക്കുന്ന കടയാണ് സ്റ്റാർബക്സ്. നല്ല വിലയാണ് ഇവിടുന്ന് കോഫി വാങ്ങിച്ചാലും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന്, കുറേ ഡ്രിങ്കുകളൊക്കെ ഉണ്ട്. കോൾഡ് കോഫി ഉണ്ട്, പിന്നെ അല്ലാത്ത ഒത്തിരി ഫ്ലേവറൊക്കെ ഉള്ള കോഫിയൊക്കെ ഉണ്ട്. ഇതാണ് ആ ഡ്രിങ്ക്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.